തങ്ങളവകളോട് നന്ദി പറയാനാണ് വന്നത്. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അമ്പലപ്പുഴ ഇലക്ഷനിൽ അവർ രണ്ടുപേരും തങ്ങൾ സാഹിബും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അവിടെ വിളിക്കുകയും പലതവണ വിളിക്കുകയും നമ്മുടെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് നസീർ, അദ്ദേഹത്തെയൊക്കെ വിളിച്ച് ഉഷാറാക്കി അങ്ങനെ വലിയൊരു മെജോറിറ്റിക്ക് അവിടെ ജയിക്കാൻ പറ്റിയത് ഈ കുടുംബത്തിൻ്റെയും ഇവരുടെയും പിന്തുണ വളരെ വലുതാണ്. നന്ദി പറയണമെന്ന് തോന്നി ഇവിടെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. മലപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്. അവിടെ 195 ബൂത്തുകളിൽ 72 ബൂത്തുകളിൽ മുസ്ലിം ഡോമിനേഷനാണ്. 95% മുതൽ 60% വരെ വോട്ടാണ്. അവിടെ മിക്കവാറും എല്ലാ ബൂത്തിലും എനിക്കായിരുന്നു മെജോറിറ്റി. മുമ്പ് ഞാൻ മത്സരിക്കുമ്പോഴും 5-6 ബൂത്ത് വെച്ചെല്ലാം എനിക്ക് തന്നെ മെജോറിറ്റി കിട്ടിക്കൊണ്ടത്. അപ്പോൾ മിക്കവാറും എല്ലാ ബൂത്തിലും മെജോറിറ്റി കിട്ടി. അപ്പോൾ അതിൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇടപെടൽ വലിയൊരു സഹായമായി എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തികച്ച സെക്കുലറായ ഒരു മതന്യൂനപക്ഷമാണ് മുസ്ലിം ജനവിഭാഗം എന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും പലരും അതല്ല എന്ന് പറഞ്ഞത് വെറുതെയാണ്. 100% സെക്കുലറാണ്. അപ്പം എനിക്കെതിരായി മത്സരിച്ചത് ഒരു മുസ്ലിം നാമധാരിയാണ്. അപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ മെജോറിറ്റി 22,000-ലേറെ വോട്ടിൻ്റെ മെജോറിറ്റിയും 72 മുസ്ലിം ഡോമിനേറ്റഡ് ബൂത്തിലും ഭൂരിപക്ഷമായിട്ട് ഈ റിസൾട്ട് വന്നു. അപ്പോൾ അത് അമ്പലപ്പുഴയിലെ മാത്രമല്ല, കേരളമൊട്ടാകെ ഹൈലി സെക്കുലറായ ഒരു വിഭാഗമാണ് മുസ്ലിം ജനവിഭാഗം. അത് നമ്മുടെ ചരിത്രത്തെ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. സഹായിച്ചവരെയൊക്കെ നമുക്ക് നന്ദികൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ആ നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നത്. 10-60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ട് പാണക്കാട്ടമുറ്റത്തെത്തിയിരിക്കുന്നു ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്നുള്ള CPM-ന്റെ നേതാവായിരുന്ന വ്യക്തി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-മായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ അമ്പലപ്പുഴയിലെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജി സുധാകരൻ. ആ ജി സുധാകരൻ തൻ്റെ വിജയത്തിന് ശേഷം പാണക്കാട്ടമുറ്റത്തെത്തുകയാണ്. 10-60 വർഷത്തെ പാരമ്പര്യമുണ്ട് ജി സുധാകരന് രാഷ്ട്രീയ മേഖലയിൽ. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന വ്യക്തി, ഇത്രയും കാലം ചെങ്കൊടിയേന്തിയ വ്യക്തി, എന്തിന് പിണറായി വിജയന്റെ 1ാം മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന വ്യക്തി, എല്ലാവരും അംഗീകരിച്ച മന്ത്രി അല്ലേ? ആ മനുഷ്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് പാണക്കാട്ട് മുറ്റത്തെത്തി നന്ദി പറയാൻ, തൻ്റെ വിജയത്തിൽ നന്ദി പറയാൻ. ആ മനുഷ്യന് വേണമെങ്കിൽ വരാതിരിക്കാമായിരുന്നു. ലീഗിൻ്റെ പാണക്കാട്ട് തങ്ങളോ PK കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും അവിടെ പോയി പ്രചരണം നടത്തിയിട്ടില്ല. മറിച്ച് ലീഗ് അവിടെയുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അല്ലേ? അപ്പോൾ ഈ പാർട്ടി സഹായിച്ചു എന്ന് ആ മനുഷ്യന് തോന്നിയപ്പോൾ, സുധാകരന് തോന്നിയപ്പോൾ പാണക്കാട്ടെത്തി ഒന്ന് നന്ദി അറിയിക്കണം, ഒരു കൃതജ്ഞത, ഒരു കടപ്പാട്, അതൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്മാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതൊന്ന് അറിയിക്കണം എന്ന് കരുതിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് 75 വയസ്സായി സുധാകരന്. ഈ 75 വർഷം കേരളത്തിൽ ജീവിച്ച സുധാകരൻ ആദ്യമായിട്ട് പാണക്കാട്ട മുറ്റത്തേക്ക് എത്തുക അല്ലേ? ഈ പാർട്ടിയെയും മലപ്പുറത്തെയും കാണുമ്പോൾ ഹാലിളകുന്ന വെള്ളാപ്പള്ളിയെ തള്ളിക്കൊണ്ടാണ് സുധാകരൻ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നിട്ട് പാണക്കാട്ട മുറ്റത്ത് വന്നിട്ട് സംസാരിക്കുന്നത് അല്ലേ? ആ മലപ്പുറത്തെക്കുറിച്ചും മലപ്പുറത്തെ ജനതയെക്കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ അല്ല, അതല്ല സത്യം. ഇത് സെക്യുലർ പാർട്ടിയാണ്. ഇത് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് എന്ന് സുധാകരൻ വിളിച്ചു പറയാം അല്ലേ? സുധാകരൻ ഇത് പറയുമ്പോഴാണ് നമ്മുടെ മുന്നിൽ മറ്റൊരു പ്രതികരണമുള്ളത്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെത് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സുധാകരൻ പാണക്കാട്ട മുറ്റത്ത് നിന്ന് പറയുമ്പോൾ ഇതേ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. എന്താണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ അരൂരിൽ നിന്ന് പലതവണ MLA ആയിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ തന്നെ CPM-ന്റെ നേതാവായിട്ടുള്ള AM ആരിഫ്, ആ AM ആരിഫ് ഇത്തവണ മത്സരിച്ചത് ആലുവയിലാണ്. എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ല വിട്ട് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഈ AM ആരിഫ് മത്സരിച്ചത്. ആ AM ആരിഫിനെതിരെ എന്താണ് പറഞ്ഞത്? AM ആരിഫിന് ലീഗിന്റെ മനോഭാവ. വെള്ളാപ്പള്ളിക്ക്
മുസ്ലിം നാമങ്ങൾ കണ്ടാൽ പിന്നെ വലിയ ചൊറിച്ചില. നല്ല ഒന്നാന്തരം സഖാവ ഈ എം ആരിഫ്. ഈ എം ആരിഫ് നല്ല ഒന്നാന്തരം സഖാവ. പിണറായി വിജയന്റെ നല്ല അടുത്ത ബന്ധമുള്ള വിജയൻ സേനയിലെ തലമുതിർന്ന നേതാവാണ് ഈ പറയുന്ന എം ആരിഫ്. ആ വിജയന്റെ നല്ല ഒന്നാന്തരം അനുയായിയായിട്ടും നല്ല ഒന്നാന്തരം സഖാവായിട്ടും എം ആരിഫിനെ കുറിച്ച് എന്താ പറയുന്നത്? എം ആരിഫ്, ആരിഫ് എന്നാണ് പേര്. ആ പേര് കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് ക്രിമികടിക്കും. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആരിഫിന് ലീഗിന്റെ മനോഭാവ. മുസ്ലിം നാമധാരികളെ കണ്ടാൽ വലിയ പ്രശ്നമാണ്. മലപ്പുറം എന്ന് കേട്ടാൽ വെള്ളാപ്പള്ളി നടേശന് വലിയ പ്രശ്ന. മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ പേര് കേട്ടാൽ വലിയ പ്രശ്ന. മലപ്പുറത്തെ പാർട്ടിയുടെ പേര് കേട്ടാൽ വലിയ പ്രശ്ന. അങ്ങനെ എല്ലാ തരത്തിലും വലിയ പ്രശ്നമാണ് വെള്ളാപ്പള്ളി നടേശന്. ആ വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കൊണ്ടാണ് സുധാകരൻ എവിടെ വന്നിരിക്കുന്നത്? പാണക്കാട്ട് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞതൊന്നും സത്യമല്ല, അതല്ല യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുകയാണ്. കേരളത്തിലെ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് മുസ്ലിം വിഭാഗമെന്ന് ജി സുധാകരൻ ആണയിടുകയാണ്. ജി സുധാകരൻ്റെ വാക്കുകൾക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്നാണ്, അമ്പലപ്പുഴയിൽ നിന്നാണ്. അതുപോലെ തന്നെ ജി സുധാകരൻ വെള്ളാപ്പള്ളിയുമായിട്ട് ബന്ധമുള്ള ആളാണ്. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല, വെള്ളാപ്പള്ളിയുമായിട്ട് ബന്ധമുള്ള ആളാ. ജി സുധാകരൻ എപ്പോഴും കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പരിശ്രമം നടത്തുന്നതാ. മനസ്സിലായില്ലേ? പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാകുമ്പോഴും പിണറായി വിജയന്റെ നിലപാടുകൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാ വെള്ളാപ്പള്ളി നടേശനെ. ഈ പറയുന്ന അമ്പലപ്പുഴയിലെ നേതാവായ സുധാകരൻ അതേ ആലപ്പുഴയിലെ കണിച്ചിക്കുളങ്ങരയിൽ നിന്നുള്ള വെള്ളാപ്പള്ളി നടേശനെ അംഗീകരിക്കുന്നതിലൊന്നും നമുക്കാർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ അയാൾ പറയുന്ന നിലപാടുകൾ അത് ശരിയല്ലെന്ന് പറയാൻ ജി സുധാകരൻ തയ്യാറാകുന്നുണ്ട്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ ജി സുധാകരന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ആ മനുഷ്യൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്ത്? ഈ മുസ്ലിം എന്നെ വിജയിപ്പിക്കാൻ വലിയ സഹായം മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന് വേണമെങ്കിൽ സുധാകരൻ്റെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. ഞാൻ പിന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വെള്ളാപ്പള്ളി നടേശന് ഈ മുസ്ലിം ലീഗ്, മലപ്പുറം മുസ്ലിം നാമധാരികൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ വെപ്രാളാണ്, പിന്നെ വലിയ വിഷമാണ്. പിന്നെ എന്തെങ്കിലും ഈ വിഷം തുപ്പിയാലേ പിന്നെ അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം വെള്ളാപ്പള്ളിക്കുണ്ട്. അതാണിപ്പോൾ ഇവരുടെ CPM-ന്റെ നേതാവായിട്ടുള്ള എം ആരിഫ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി, CPM-ന്റെ സ്ഥാനാർത്ഥിയായി ആലുവയിൽ മത്സരിച്ച എം ആരിഫ്. ആ എം ആരിഫിന് ലീഗിൻ്റെ മനസ്സാണെന്നാണ് പറയുന്നത്. എന്താ പ്രശ്നം? അത് എം ആരിഫാണ്. ഇനി AM കുമാറോ AM കണാരനോ അല്ലെങ്കിൽ AM വിജയരാഘവനോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇത് AM ആരിഫ് ആയതുകൊണ്ട് ലീഗിൻ്റെ മനസ്സാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്താണെങ്കിലും വെള്ളാപ്പള്ളി നടേശനുള്ള മറുപടികളൊക്കെ ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെ കൊടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം, അല്ലേ? എന്തുകൊണ്ട് ലീഗ് സംയമനം പാലിക്കുന്നു, വെള്ളാപ്പള്ളിക്കെതിരെ ഒന്നും പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ലീഗ് പറയേണ്ടതല്ല. ലീഗിൻ്റെ ഇത്തരം സംയമനങ്ങൾ തന്നെയാണ് പലപ്പോഴും ആ മറുപടികൾ പറയാൻ മറ്റുള്ളവർ മുന്നിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ സുധാകരനും ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന പാണക്കാട്ടെ മുറ്റത്തെത്തിയത് ജി സുധാകരനാ. 10-60 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തി, 70-75 വയസ്സുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ ആദ്യം മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. മലപ്പുറത്ത് പാർട്ടി സമ്മേളനങ്ങൾക്ക് വന്നിട്ടുണ്ട്. മലപ്പുറത്ത് മന്ത്രിയായിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അന്നൊന്നും പാണക്കാട്ടെ മുറ്റത്തെത്താത്ത ജി സുധാകരൻ ഇന്ന് പാണക്കാട്ടെ തറവാട്ടിനകത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടുമൊക്കെ വലിയ കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സന്തോഷം പങ്കുവെക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. എന്താണെങ്കിലും ജി സുധാകരൻ വന്നു, ഞാൻ നന്ദി പറയാൻ വന്നതാണ് എന്നൊന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് ഒരു ഒഴുക്കം മട്ടിൽ ഒരു ന്യൂട്രലിൽ നിന്ന് പോയില്ല. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു.
മുസ്ലിം ലീഗിനെതിരെയും മലപ്പുറത്തിനെതിരെയും മുസ്ലിമിനെതിരെയും മലപ്പുറത്തെ ജനതയ്ക്കെതിരെയും വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും വാസ്തവ വിരുദ്ധമാണ് എന്നുകൂടി പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. വളരെ കൃത്യമല്ലേ നിലപാടുകൾ, അല്ലേ? വളരെ കൃത്യമാണല്ലോ. അപ്പോൾ ആ നിലപാടുകൾ, ഇത്തരം നിലപാടുകൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരാൻ കാരണം ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ലീഗിൻ്റെ സംയമനങ്ങളുമാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ഈ രാജ്യത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ നിലനിർത്താൻ വേണ്ട എല്ലാ നീക്കുപോക്കുകളും ഈ കാലം അത്രയും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പം ജി സുധാകരൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പാണക്കാട്ടെ മുറ്റത്തെത്തുന്നത്, അല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് അലി ശിഹാബ് തങ്ങളുമൊക്കെ തൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും നിർദ്ദേശങ്ങളും നൽകി എന്ന് അദ്ദേഹം പറയുമ്പോൾ, അത് എസ്പെഷ്യലി ഈ അമ്പലപ്പുഴ പോലെയുള്ള ഒരിടം, അതിൽ 1075 വോട്ട് ബൂത്തുകൾ, അവിടങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന വലിയ ചലനങ്ങൾ, അതിലൊക്കെ നിർണായക സ്വാധീനമായിട്ട് പാണക്കാട്ട് ചെയ്ത സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അതിൻ്റെയൊക്കെ നിർണായക ഘട്ടങ്ങളിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത് സുധാകരന് കൃത്യമായിട്ട് ബോധ്യമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ മനുഷ്യൻ പാണക്കാട്ട് എത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് എഴുതി തള്ളാമായിരുന്നു. അത് ചെയ്തില്ല. അയാൾ ഒരു മര്യാദ കാണിച്ചു, ഒരു പൊളിറ്റിക്കൽ മര്യാദ ആ മനുഷ്യൻ കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പാണക്കാട്ടെ കുടുംബത്തെയും മുസ്ലിം ലീഗിനെയും മലപ്പുറത്തെ ജനതയെയും ഒക്കെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ഒക്കെ ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശങ്ങൾ അത്രയും വാസ്തവ വിരുദ്ധമാണ്. ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും ഈ ജനതയും ഒന്നടങ്കം സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ വാക്താക്കളാണ് എന്നുകൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. കൃത്യമായിട്ട് ചർച്ച ചെയ്യണം. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ ചർച്ച ചെയ്യുന്ന ആളുകൾ ഈ ജി സുധാകരൻ്റെ വാക്കുകൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ കൃത്യമാണ്, ആ നിലപാട് കൃത്യമാണ്, അല്ലേ? അപ്പോൾ ഇത്തരം സെക്യുലർ നിലപാടുകൾ അന്നും ഇന്നും എന്നും മുസ്ലിം ലീഗ് പിന്തുടർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ളൊരു അംഗീകാരമാണ് ജി സുധാകരൻ്റെ സന്ദർശനം എന്ന് പറഞ്ഞു വെക്കാതെ വയ്യ.